അങ്ങനെ നമ്മൾ ഇക്കൻ്റെ കല്യാണം അങ്ങോട്ട് ഉഷാറായിട്ടോ. എങ്ങോട്ട് നോക്കിയാലും നമ്മളെ ചങ്ങായിമാർ തന്നെ. ആളാകെ ഒരു ടെൻഷനിലാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഈ നേരത്ത് ആർക്കാണെങ്കിലും ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള പുതിയൊരു മെമ്പറെ വരവേൽക്കാനും കൂടിയിട്ട് അപ്പോൾ തുടങ്ങല ഗൈസ് നമ്മുടെ വീട്ടിലെ വലിയൊരു ആഘോഷം. കാരണം കല്യാണം അതിനെ കൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്ന വണ്ടി ഒക്കെ പാടെ കൊണ്ടുവന്ന് പേരൻ്റെ മുന്നിൽ നിരത്തിട്ടേക്കാൻ കിട്ടും. അതൊരു വേറെ വൈബാണ്. നമ്മുടെ നാട്ടിലെ കല്യാണം എന്നെല്ലാം പറഞ്ഞതാണ് പവർ. എല്ലാവരും രാജകീയമായ വണ്ടികളും നമ്മൾ ക്യാമറമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ യാത്രക്കിടയിൽ ചെക്കന് ഇതൊരു മാസം എൻട്രിയുമായി BMW. ഇവൻ മെയിനാണ്. ഇവനാണ് നമ്മുടെ ചെക്കൻ്റെ ഡ്രൈവർ. എല്ലാവരുടെയും ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിക്കാഹ്. എൻ്റെ ബ്രദറും ഇപ്പം നിക്കാഹിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളും മാന്യമായിട്ട് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് പിന്നെ നോ കോംപ്രമൈസ് ആയതിനെ കൊണ്ട് തന്നെ എന്നെയും വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ പാടെ തന്നെ ആക്കണം ചെറുക്കന്മാർ ചെക്കനെ കൊണ്ട് സ്റ്റേജിലോട്ട് ഒരു മാസം കിടിലോസ്കി എൻട്രി എന്നെല്ലാം പറഞ്ഞല്ലോ. അവിടെ മൊത്തം മാറ്റി മറിച്ചൊരു എൻട്രി ആയിരുന്നിട്ട് ചെക്കന്മാർക്കൊക്കെ ഒരേ പരാതി. നമ്മളും വേണം ബ്ലോഗിൽ തന്നെ. പിന്നെ നമ്മൾ ഓലാടേതൊക്കെ മോശമാവില്ല. ഉപ്പാൻ്റെ കയ്യും പിടിച്ച് അവൾ ഇതാക്കുന്ന സ്റ്റേജിലോട്ട് കടന്നു വരും. പിന്നാലെ ഇതാക്കണ്ട ചെക്കൻ്റെ വക ഒരു ബൊക്കെ പടച്ച റബ്ബിനെ സാക്ഷിയാക്കിയിട്ട് അമ്മഹാരം കൂടി അണിയിച്ചു. ഒടുവിൽ മധുരം എന്നാണ് ഞാനൊരു കേക്ക് കട്ടിങ് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. പടച്ചോൻ ഈ ബന്ധം എന്നും വർക്കത്തുള്ളതാക്കണം. ഇത് കഴിഞ്ഞ പാടെ തന്നെ നമ്മുടെ മുറിവേശിക്കാൻ്റെ കുറച്ച് കലാപരിപാടി, പിന്നെ കുറച്ച് ഞമ്മളതും കൂടി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രദറിൻ്റെ കല്യാണ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.